പാലക്കാട് വഴി മണ്ണാർക്കാടുള്ള ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. രാമപുരം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, മണ്ണുത്തി, പട്ടിക്കാട്, വടക്കാഞ്ചേരി, ആലത്തൂർ, കുഴൽമന്ദം, പാലക്കാട്, മുണ്ടൂർ വഴി മണ്ണാർക്കാട്. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് പാലാ KSRTC ഡിപ്പോയിലാണ്. ഇവിടെ വന്നത് നമ്മൾ ബസ് കയറാനോ ഒരു യാത്ര പോകാനോ ഒന്നുമല്ല, ഇവിടെ ഒരാളെ കാണാൻ വന്നതാണ്. ആ കാണാൻ വന്നയാളാണ് കൂടെയുള്ളത്. ഇദ്ദേഹം ഇവിടുത്തെ സ്റ്റാഫാണ്. ഏത് സെക്ഷനിലെ കണ്ടക്ടർ? പേര് അരുൺ KM എന്നാണ്. ഇദ്ദേഹം ഇവിടെ കണ്ടക്ടറാണ്, KSRTCയിലെ ഒരു കണ്ടക്ടറാണ്. ഇദ്ദേഹം ഈ അടുത്തിടെ ഒരു ഇൻവെൻഷൻ നടത്തി, ഒരു കണ്ടുപിടുത്തം, ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംഭവം ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്നത് പോലെയുള്ള ഡിജിറ്റൽ അനൗൺസ്മെൻറ്റ്, KSRTC ബസ് വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഡിജിറ്റലായിട്ട് തന്നെ അനൗൺസ്മെൻറ്റ് വരുന്നത്. ഇപ്പം മാനുവലായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഓപ്പറേറ്റർ മൈക്കിന് മുമ്പിൽ ഇരുന്ന് അനൗൺസ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഡിജിറ്റൽ അനൗൺസ്മെൻറ്റ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു സംവിധാനം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് പാലായിലെ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ അത് പോകുന്നുണ്ട്. അതുകൂടാതെ സമീപത്തെ 1-2 ഡിപ്പോകൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകാതെ ഇത് കോർപ്പറേഷൻ ഇത് അംഗീകരിച്ച് സംസ്ഥാനത്തെമ്പാടും പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ ഇത് സ്ഥാപിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ചോദിക്കാം. അതുപോലെ ആ കണ്ടുപിടുത്തം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയുകയും കൂടെ ചെയ്യാം. നമസ്കാരം. എന്തായിരുന്നു ഇത് സംഭവം? ഇത് ഇവിടെ SM-ന്റെ ഡ്യൂട്ടി ഇച്ചിരി കൂടുതലാണ്. ഇവിടെ വലിയ ഡിപ്പോയാണ്. അപ്പം അനൗൺസ് ചെയ്യണം, പിന്നെ ഇവിടുത്തെ പണികളുണ്ട്, പിന്നെ എൻക്വയറി ഉള്ള ഡിപ്പോയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ തന്നെ അവർക്ക് ജോലിഭാരം കൂടുതലാണെങ്കിൽ തോന്നിയപ്പോഴാണെങ്കിൽ ഐഡിയ തോന്നിയത്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽസ് ചെയ്യാനാണെങ്കിൽ അവർ കുറച്ചൊന്ന് എളുപ്പമാക്കാന്നുള്ള കൊണ്ടാണ് ചെയ്തത്. വെറുതെ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അത് ഇങ്ങനെ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഫലവത്തായി. എങ്ങനെ നമുക്കിപ്പോൾ വെറുതെ ഇങ്ങനെ ഇവരുടെ ബുദ്ധിമുട്ട് കണ്ട് നമ്മൾ വെറുതെ ആലോചിച്ചുകൊണ്ട് കാര്യമില്ല. ആരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഞാൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അത് ശരി. ഓക്കെ. 2003-2006 ബാച്ച് മുട്ടം ബോട്ടിങ്ങിന്റെ സ്റ്റുഡൻ്റാണ് ഞാൻ. അത് കഴിഞ്ഞ് PC എഴുതിയാണ് ഇതിനകത്തോട്ട് വരുന്നത്. കണ്ടക്ടറായിട്ടാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ആവശ്യം വന്നപ്പോൾ നമ്മളൊന്ന് ഉപകരിച്ചു. ശരി. അപ്പോൾ ഇത് എന്ന് മുതൽ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിനായിട്ട് ഇറങ്ങി തിരിച്ച് ഇങ്ങനെ ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമം എന്നാ തുടങ്ങിയത്? ആൻഡ്രോയിഡ് ആപ്പാണ്. ഇതൊരു ഒരു മാസമായി കാണും. ഒരു മാസത്തോളമായി. ഒരു മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്തു? ഒരു മാസത്തോളം. ആണ്. അത് ശരി. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ഇത്? നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, വരുന്ന വണ്ടിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഫോണിന്റെ വിവരങ്ങൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എത്ര വേണം ആഡ് ചെയ്യാൻ പറ്റും. അത് അതിനുശേഷം അതിൽ കാണുന്ന ആ പേര് കാണാതെ ടച്ച് ചെയ്താൽ മതി. കൊടുത്ത ഡീറ്റെയിൽസ് വരും. നമുക്കതൊന്ന് കാണാൻ പറ്റുമോ? KSRTC ട്രംപറ്റ് എന്നാണ് ആപ്പിന്റെ പേര് അല്ലേ? KSRTC ട്രംപറ്റ്. അതെ. ആനയുടെ ചിഹ്നവിളി എന്നാണ്. ശരി, ട്രംപറ്റ് ചിഹ്നവിളി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇത് എത്ര വണ്ടി വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് തരാം. റൂട്ട് ആഡ് ചെയ്ത് തരാം. ഇനി വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ റൂട്ടിന്റെ പേര്, പോണ സ്ഥലം. അപ്പൊ ഇവിടുന്ന് പുറപ്പെടുന്ന സ്ഥലമാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടുന്ന് പോകുന്ന വഴി നമുക്കിപ്പം തൃശ്ശൂരാണെങ്കിൽ തൊഴിൽ വഴി തൃശ്ശൂരുണ്ട്, കൂത്താട്ടൂർ വഴി തൃശ്ശൂർ. ഇത് എക്സ്ക്ലൂസീവ്ലി പാലായ്ക്ക് മാത്രമാണോ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഇത് ഇപ്പൊ പാലായ്ക്ക് മാത്രമാണ്. ഇപ്പൊ പാലായിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സ്ഥലമാണ് കാണുന്നത്. ഇവിടുന്ന് പാലായിന്ന് സർവീസ് ഇല്ലാത്ത സ്ഥലങ്ങൾ കേരളത്തിൽ കുറവാണ്. ഇതുപോലെ ഏതാണ്ട് 98ഓളം ബസ്സുകൾ ഇപ്പൊ നിലവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒലിപ്പാറ ഫാസ്റ്റ് പാസഞ്ചർ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. തൊടുപുഴ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, മണ്ണുത്തി, വടക്കഞ്ചേരി, മുടപ്പല്ലൂർ, മംഗലം ഡാം, അടിപ്പരണ്ട വഴി. ഒലിപ്പാറ ഫാസ്റ്റ് പാസഞ്ചർ കുമളിക്കുള്ള ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. ഭരണങ്ങാനം, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പെരുവന്താനം, കുട്ടിക്കാനം, പീരുമേട്, പാമ്പനാർ, പെരിയാർ വഴി, കുമളി. വൈക്കത്തിനുള്ള ഓർഡിനറി ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. മരങ്ങാട്ടുപള്ളി, കുറവിലങ്ങാട്, കുറുപ്പുന്തറ, കടുത്തുരുത്തി, തലയോലപ്പറമ്പ് വഴി, വൈക്കം. ഇനി എന്ന് മുതൽ ഇത് പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാണ്? ഇതിൽ മാത്രമായിട്ട് വരുന്ന എന്നാ? അതെങ്ങനെയാണുള്ളത് അതിന്റെ ഒരു ഇതായിട്ടില്ല. സജഷൻസ് വന്നിട്ടുണ്ട്. അതുകൂടെ മാറ്റം വരുത്തിയിട്ട് അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളിലേ ഉള്ളൂ. ചെറിയ പ്രശ്നങ്ങളേ ആണ്. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആകും അല്ലേ? ആണ്. അപ്പോൾ ഇതാണ് പാലാ KSRTC ഡിപ്പോയിലെ കണ്ടക്ടർ ശ്രീ അരുൺ KM. ഇദ്ദേഹത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഇദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്, അത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. അത് എത്രമാത്രം ഇവിടെ ജീവനക്കാർക്ക് സഹായകരമാകുന്നു, അതുപോലെ യാത്രക്കാർക്ക് സഹായകമാകുന്ന അവരുടെ അധ്വാനഭാരം കുറയ്ക്കുന്നുണ്ട്. ആ ഒരു വിശേഷമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും
KSRTC ട്രംപറ്റ് എന്ന് പറയുന്ന ഈ ആപ്പ് ഒരു വൻ വിജയമായി തീരട്ടെ. അതുപോലെ എല്ലാ ഡിപ്പോകളിലും ഇത് സ്വീകരിക്കട്ടെ. അവിടെയെല്ലാം ജോലിഭാരം കുറഞ്ഞു വരട്ടെ. മാത്രമല്ല, നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ KSRTCയുടെ അധികൃതരും വകുപ്പ് മന്ത്രിയും ഒക്കെ ഇദ്ദേഹത്തെ ഒന്ന് ഫോണിലെങ്കിലും വിളിച്ച് അഭിനന്ദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടുള്ള ഒരു കൂറ് കാരണമാണ്, പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. അപ്പം ആ ഒരു അച്ചീവ്മെൻറ്റിന് ഒരു അപ്രീസിയേഷൻ അദ്ദേഹം തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.